ചിയ സീഡ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമുക്കിന്ന് ചിയ സീഡ്സിൻ്റെ ഗുണങ്ങളും അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതൊക്കെ നമുക്ക് സംസാരിക്കാം. ചിയ സീഡ്സ് സത്യം പറഞ്ഞാൽ ഒരുപാട് നാൾ മുമ്പ് കണ്ടുപിടിക്കപ്പെട്ടതാണ്, അതായത് വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ ഇപ്പോഴാണ് ആളുകൾ അതിൻ്റെ ഗുണനിലവാരങ്ങളൊക്കെ മനസ്സിലാക്കിയത്, ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഒരു 100 ഗ്രാം ചിയ സീഡ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 34 ഗ്രാം ഫൈബർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ ചിയ സീഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അളവും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ കൺസ്യൂം ചെയ്യാൻ. കാരണം ഇതിൽ ഒരുപാട് പ്രോട്ടീൻസ്, വിറ്റാമിൻസ്, അതുപോലെ മിനറൽസ്, അതുപോലെ ഒമേഗ ഫാറ്റി ആസിഡ്സ് ഒക്കെ ഉള്ളതാണ് നമ്മുടെ ഈ ഒരു ചിയ സീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് ഓവറായിട്ട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മളത് കഴിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് പലരും വണ്ണം കുറയാൻ വേണ്ടിയിട്ട് ചിയ സീഡ്സ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ അത് കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മളത് കുറേ കഴിച്ചാൽ പെട്ടെന്ന് വണ്ണം കുറയുന്നതൊക്കെ ഒരു മിത്താണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് റിയാക്ഷൻ നടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഇത്രയും ഫൈബറും പ്രോട്ടീൻസും വൈറ്റമിൻസ് ഒക്കെ ആഡ് ആയിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് ഓപ്പോസിറ്റ് റിയാക്ഷൻ നടക്കും. മാത്രമല്ല ഇത്രയും ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് ഭയങ്കരമായിട്ട് വാട്ടർ അബ്സോർപ്ഷൻ, അതായത് വെള്ളത്തിന് ഭയങ്കരമായിട്ട് വലിച്ചെടുക്കും. അപ്പോൾ അതും എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ ഹൈ കപ്പാസിറ്റി ഉള്ളതാണ് നമ്മുടെ ഈ ഒരു ചിയ സീഡ്സിന്. ഇത് കൂടുതൽ കാണുന്നത്, അതായത് ഈ ചിയ സീഡ്സിൻ്റെ ഗുണം ഫൈബറാണ്. ഈ ഫൈബർ കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലാണ്. അപ്പോൾ നമ്മുടെ ഈ ചിയ സീഡ്സ് കഴിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഫൈബർ കിട്ടും എന്നല്ല പറയുന്നത്. നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുന്നതിലൂടെ ഈ ഒരു ഫൈബർ കണ്ടന്റ് നമ്മുടെ ബോഡിയിലേക്ക് എത്തും. പക്ഷെ ഒട്ടുമിക്ക ആളുകളും ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്താനായിട്ട് മടി കാണിക്കുന്നവരും, അല്ലെങ്കിൽ സമയം കൊണ്ട് അല്ലെങ്കിൽ സന്ദർഭം കൊണ്ട് ചെയ്യാൻ പറ്റാത്തവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം? ഈ ചിയ സീഡ്സ് ലൈഫിൻ്റെ ഒരു പാർട്ടാക്കി കഴിഞ്ഞാൽ, ഡെയിലി റൊട്ടീൻ്റെ ഒരു പാർട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതുവഴി ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കും. ഇനി എത്ര അളവിൽ ഒരാൾക്ക് ഒരു ദിവസം ചിയ സീഡ്സ് കഴിക്കാമെന്ന് ചോദിച്ചാൽ 25 ഗ്രാം വരെ നമുക്ക് ഡെയിലി, അതായത് ഒരു ഡേ ഒരാളുടെ ബോഡിയിൽ 25 ഗ്രാം ചിയ സീഡ്സ് എത്താം. അത് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൺസൾട്ടേഷനോ അല്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചിട്ടൊക്കെ നമ്മൾ എപ്പോഴും അത് കൺസ്യൂം ചെയ്യുക. അതായത് 25 ഗ്രാം വരെ ഓക്കെയാണ് നമ്മുടെ ബോഡിക്ക് 1 ഡേ. അപ്പോൾ ആ രീതിയിൽ നമ്മളത് കൺസ്യൂം ചെയ്ത് പോകുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ? വണ്ണം കുറയാനാണ്. മാത്രമല്ല ഭയങ്കര എനർജറ്റിക് ആയിട്ടിരിക്കാനൊക്കെ ചിയ സീഡ്സ് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ മോർണിംഗ് റൊട്ടീനിൽ ഉൾപ്പെടുത്താന്നുണ്ടെങ്കിൽ ഒരു ഹോൾ ഡേ നിങ്ങൾക്ക് ഭയങ്കര എനർജി ആയിട്ട് നിങ്ങളുടെ ഹെൽത്ത് ബോഡീനെ കൊണ്ടുപോകാനായിട്ട് ചിയ സീഡ്സ് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഈ ചിയ സീഡ്സ് കഴിക്കുന്നത് വഴി നിങ്ങൾക്ക് വയറിലുണ്ടാകുന്ന ഒരുപാട് ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് കുറയും. നിങ്ങൾ ഡെയിലി അത് കഴിക്കുന്നുണ്ടെങ്കിൽ. അതുപോലെ കോൺസ്റ്റിപ്പേഷനൊക്കെ ഭയങ്കര ബെറ്റർ ഓപ്ഷനാണ് ഈ ചിയ സീഡ്സ് കഴിക്കുക എന്നുള്ളത്. ഇത് കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത്, അതിൽ 2 ഗ്ലാസ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് അതിൽ കുതിർത്തിട്ട് നിങ്ങൾക്ക് മോർണിംഗ് കഴിക്കാം. മാക്സിമം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും ചിയ സീഡ്സ് എന്ത് ചെയ്യരുത്, കുതിർക്കാതെ, അതായത് വെള്ളത്തിൽ എടുക്കാതെ റോ ആയിട്ട് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, വെള്ളത്തിലിട്ടിട്ട് കുതിർത്തതിന് ശേഷം മാത്രം ചിയ സീഡ്സ് കൺസ്യൂം ചെയ്യണം. ചിയ സീഡ്സിൽ മെയിനായിട്ട് കാണുന്ന കണ്ടന്റ് ഫൈബർ, അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡും ഒമേഗ 5 ഫാറ്റി ആസിഡൊക്കെ നമ്മുടെ ചിയ സീഡ്സിലുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിയ സീഡ്സ് ഒരു ഗ്ലൂട്ടൻ ഫ്രീ പ്രോട്ടീനാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചിയ സീഡ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. കണ്ടാൽ ഒരു കുഞ്ഞാണെങ്കിലും ഒരുപാട് ബെനിഫിറ്റ്സും ഒരുപാട് ഗുണങ്ങളുമാണ് നമ്മുടെ ശരീരത്തിന് നൽകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് പേര് തിരിച്ചറിഞ്ഞിട്ട് അതായത് ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ചിയ സീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മിക്കവർക്ക് ഈ ചിയ സീഡും ഫ്ലാക്സ് സീഡൊക്കെ മാറിപ്പോകാറുണ്ട്. അതുകൊണ്ട് നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം ചിയ സീഡ്സ് ഒക്കെ യൂസ് ചെയ്യാനും. നേരത്തെ പറഞ്ഞ പോലെ ഒരളവിൽ കൂടുതൽ ഇത് യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ബോഡിക്ക് ഏറ്റവും ഓക്കെ ആയിട്ടുള്ള ഒരു അളവുണ്ടാവും. നിങ്ങളുടെ ബോഡി ആ ഒരു അളവിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ചിയ സീഡ്സ് എപ്പോഴും യൂസ് ചെയ്യുക.